സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്നുള്ള പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ RNM പ്രോസസ്സറാണ്. CPU കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78ന്റെ 2 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55ന്റെ 6 എഫിഷ്യൻസി കോറുകളും ഇതിൽ വരുന്നുണ്ട്. GPU കാര്യത്തിൽ അഡ്രീനോ 619 എന്നുള്ള GPU ആണ് വരുന്നത്. അപ്പം ഈ ഒരു CPU GPU ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ മുമ്പ് സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കൊല്ലം മുമ്പുള്ള പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോക്ക് സ്പീഡ് കുറച്ചൊന്ന് കൂട്ടി എന്നേ ഉള്ളൂ. ബാക്കി ഭയങ്കര വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ 120 FPS ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. LPDDR4Xന്റെ റാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്നൊരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്രോസസ്സറിൽ LPDDR4Xന്റെ റാമും UFS 2.2ന്റെ സപ്പോർട്ട് മാക്സിമം വരുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സറിൽ അതും കൂടി കൊടുക്കായിരുന്നു. ഇവൻ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് എന്നുണ്ടെങ്കിലും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിലും ഇതുപോലെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ കോൾകോം സെൻസിങ് ഹബ്ബും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരു AI എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് ഓൾവേസ് ഓൺ വോയിസ് അസിസ്റ്റന്റ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. ഫുൾ HD റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ക്വാഡ് HD റെസൊല്യൂഷന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ട്രിപ്പിൾ 12-bit സ്പെക്ട്ര ISP ആണ് ഇതിൽ വരുന്നത്. ഇതിൽ 108 MP ക്യാമറ സെൻസർ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 4K വീഡിയോ റെക്കോർഡിങ്ങിന്റെ സപ്പോർട്ട് ഇല്ല. 1080 60 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിന്റെ ഒരു പ്രശ്നവും ഇത് തന്നെയായിരുന്നു, 4K സപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം. അപ്പം അതേ ഒരു പ്രശ്നം ഈ ഒരു പ്രോസസ്സറിലും വരുന്നതായിരിക്കും. പിന്നെ AI ലോ ലൈറ്റ് ഇമേജിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയുടെ കാര്യത്തിലും ഭയങ്കര അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ കോൾകോം ഫാസ്റ്റ് കണക്ട് 6200 ടെക്നോളജിയാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2ന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 5G സപ്പോർട്ട് വരും. ഇതിൽ സ്നാപ്ഡ്രാഗൺ X51 5G മോഡം RF സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. mmWave 5G സപ്പോർട്ടും അതുപോലെ തന്നെ സബ് 6 GHz വരുന്ന 5G സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഡൗൺലോഡ് സ്പീഡ് 2.5 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ ക്വിക്ക് ചാർജ് 4+ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിലും ഏകദേശം ഇതുപോലൊരു കണക്ടിവിറ്റി ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സർ പുതിയൊരു പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിലും സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ക്ലോക്ക് സ്പീഡിന്റെ കാര്യത്തിൽ ചെറിയ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചില എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ആ ഒരു സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ LPDDR5ന്റെ റാമും അതുപോലെ തന്നെ UFS 3.1ന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈവൻ ഈ ഒരു പ്രോസസ്സറിൽ അതുപോലും വരുന്നില്ല. അപ്പം ഈ ഒരു പ്രോസസ്സർ ഭയങ്കര വലിയ അപ്ഗ്രേഡുമായിട്ട് വരുന്ന പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറിന് പകരം വരുന്ന ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാം. ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ നമുക്ക് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ മുതൽ അവൈലബിൾ ആണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ പകരം വരുന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഒരു 11,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം ഏത് ഫോണിലായിരിക്കും വരിക എന്ന് വെച്ചാൽ മോട്ടോ G85 എന്നുള്ള ഫോണിൽ ഈ ഒരു പ്രോസസ്സർ വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ബാക്കി പല ബ്രാൻഡുകളും അവരുടെ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചേക്കാം. എന്തായാലും സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സർ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.